അമ്മയുടെ സ്പെഷ്യല് ചക്കട ഉണ്ടാക്കണത് നമുക്കൊന്ന് കണ്ടാലോ? വാ. ഹായ്. അപ്പൊ ദേ പുറത്ത് നല്ല മഴയാണ്. ഒന്ന് വീട്ടിലേക്ക് വന്നതാണ്. വീട്ടിൽ വന്നപ്പോ അമ്മ ചക്കട ഉണ്ടാക്കാൻ പോണ്. എനിക്കൊരു പണിയാന്നട്ടാ, ഇല തുളച്ചാലേ എനിക്ക് ചക്കട തരോളെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങക്ക് ചക്കട ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചതല്ലാന്ന് വിചാരിച്ചു. അമ്മ ചക്കടക്ക് തേങ്ങ ചേർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇല തുടച്ചോണ്ടിരിക്കുകയാണ്. ഒരു പണിയും ചെയ്യാതാ വീഡിയോ പിടിച്ചോണ്ടിരിക്കുകയാണ്. എല്ലാവരും വീട്ടിൽ ചക്കടയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അരിപ്പൊടിയും കൊണ്ടോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയൊക്കെ കൊണ്ടായിരിക്കും. അപ്പം എൻ്റെ അമ്മ ഉണ്ടാക്കണത് റവയും കൊണ്ടാണ് കേട്ടോ. ചക്കട ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും ആദ്യം വേണ്ടത് ചക്കയാണ് കേട്ടോ. പിന്നെ അതേ തേങ്ങ വേണം, അതേപോലെ തന്നെ ശർക്കരപ്പാനി വേണം. ഇത് എന്താണെന്ന് മനസ്സിലായോ? ഇത് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചതാണ് കേട്ടോ. ഇനി ഇതിലെ ചക്കക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഗുരുവായൂരിന്ന് കൊണ്ടുവന്നതാണ്. അതങ്ങനെ വരട്ടി വെച്ചതാണ്. ഏറ്റവും ആദ്യം റവ ചൂടാക്കിയതിന് ശേഷം നമുക്ക് എന്തോരമാണ് ചക്ക വേണ്ടതെന്ന് വെച്ചാൽ ചക്ക വിളയിച്ചത് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, എന്തോരം വേണമെന്നുള്ളത്. ഞങ്ങൾ കുറച്ച് കൂടുതൽ ഇട്ടിട്ടാ. ഇതെല്ലാം കൂടി നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ ഇഡലി പാത്രം നമുക്ക് ചൂടാക്കാൻ വെക്കട്ടാ. പട റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ആവി കയറ്റിയെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മധുരം നോക്കി നമുക്ക് ശർക്കരപ്പാനി ഒഴിക്കട്ടാ. മധുരം കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ച് ശർക്കരപ്പാനി ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് അങ്ങ് എടുക്കണം കേട്ടോ. ഇത്രേ ഉള്ളൂ. നമുക്ക് ചക്കട വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് വാഴയിലയിൽ പരത്തി ഇഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ചക്കട റെഡി ആട്ടാ. പിന്നെ വാഴയിലയിൽ മാത്രമല്ല കേട്ടാ, കറുകട ഇലയിലൊക്കെ ചക്കടക്ക് വേണ്ടി കുമ്പിള് പോലെ കുത്തി ഉണ്ടാക്കാറുണ്ട് കേട്ടാ. ഞങ്ങളിവിടെ വാഴയിലയിലാണ് ഇന്ന് ഉണ്ടാക്കിയേക്കണത്. വാഴയിലാകുമ്പോൾ അതിനൊരു വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ അമ്മ ചക്കട പരത്തന കണ്ടപ്പോഴത്തേക്കും അച്ഛൻ വേഗം വന്ന് പണ്ടുള്ള ഒരു ചക്കട പരത്തന കാണിച്ചു തരാന്നുകൊണ്ടും അച്ഛൻ ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടാ. അത് കണ്ടപ്പോഴത്തേക്കും എനിക്കൊരു കൊതി. അങ്ങനെ ഞാനും കുറച്ച് ചക്കടയൊക്കെ പരത്തി നേരെ ആവി കയറ്റാൻ വേണ്ടി വെച്ച്. ഇതിനി ആവി കൊണ്ടുകഴിഞ്ഞാൽ നമ്മുടെ ചക്കട റെഡി ആട്ടാ. അപ്പോൾ ദേ ഇത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ചക്കട ഉണ്ടാക്കണേന്ന് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ റവയിൽ ഉണ്ടാക്കണവരുണ്ടെങ്കിൽ ഒന്ന് പറയണം. ഇതുവരെ റവയിൽ ചക്കട ഉണ്ടാക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ഐറ്റം തന്നെയാണ്, നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ. ഒരു തവണ ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനെ ഏട്ടായിക്കും അച്ഛനും നന്ദൂസിനും എല്ലാം കൊണ്ടുപോയി കൊടുത്തിട്ടാ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെടും, അത്രയ്ക്ക് സോഫ്റ്റ് ആണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇതുപോലത്തെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു റെസിപ്പി ആയിട്ട് ഇനിയും വീഡിയോസൊക്കെ ചെയ്യാട്ടോ. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നാളെ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും ടാറ്റാ.